കേരള സ്റ്റോറി 2. കേരള സ്റ്റോറി ആദ്യം ഒന്നാം ഭാഗം വന്നു, വലിയ വിവാദമായി. കേരളത്തിൽ നിന്നും ISIS-ലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന, പുറത്തു കടക്കുന്ന, ലവ് ജിഹാദിലൂടെ മതപരിവർത്തനം നടത്തുന്ന 30,000 3 ലക്ഷമോ എത്രയാണെന്ന് കണക്കെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. സംഖ്യകളുടെ കണക്ക് ഓരോ തവണയും ഓരോ കണക്കാണ് വരാറ്. അതിനെ പറ്റിയുള്ള സ്റ്റോറി ആയിരുന്നു. വലിയ വിമർശനങ്ങൾ കേരളത്തിലുണ്ടായി. കേരളം മൊത്തം അതിനെതിരെ രംഗത്ത് വന്നു. പക്ഷേ കേരളത്തിന് പുറത്ത് വലിയ സ്വീകാര്യത അതിന് കിട്ടി. നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ തന്നെ അതിന് നാഷണൽ അംഗീകാരം കൊടുത്തു, നാഷണൽ അവാർഡ് കൊടുത്തു. അതിന്റെ അഭിനേതാക്കളെയും സംവിധായകരെയൊക്കെ അഭിനന്ദിച്ച വലിയ സമ്മാനങ്ങൾ അവർക്ക് കിട്ടി. അപ്പൊ അതിന്റെ രണ്ടാം ഭാഗം വരുന്ന വരവാണ്. അതിന്റെ ട്രെയിലറൊക്കെ നിങ്ങൾ കണ്ടു കാണും. നിർബന്ധിപ്പിച്ച് പൊറോട്ടയില്ല, ബീഫ് തീറ്റിക്കുന്ന രംഗമാണ്. അതായത് ഒരു പെൺകുട്ടി പറയുന്നു, ഞാൻ ബീഫ് കഴിക്കില്ല എന്ന്. നീ കഴിക്കില്ല എന്ന് ചോദിച്ച് രണ്ട് മൂന്ന് മുസ്ലിങ്ങൾ ചേർന്ന് ഒരു ഹിന്ദു പെൺകുട്ടിയെ ബീഫ് കഴിപ്പിക്കുന്ന രംഗം. ഇതാണ് കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിന്റെ സംവിധായകൻ പറയുന്നത്. സംവിധായകൻ അത് ചാനലുകാർ ചോദിക്കുമ്പോൾ ഒന്നും കൂടി ആവർത്തിക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ സിനിമയാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇപ്പൊ കേരളത്തിൽ ഇത് പറഞ്ഞാൽ സംഘികൾ പോലും ചിരിച്ചു പോകും. സത്യം പറഞ്ഞാൽ നിർബന്ധിപ്പിച്ച് ബീഫും പൊറോട്ടയൊക്കെ കഴിപ്പിക്കുക എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ എവിടെയാണ് ഇത് സംഭവിക്കുന്നത്? അപ്പൊ സംഘികൾ തന്നെ ഇവിടെ ബീഫ് കഴിക്കാറുണ്ടെന്ന് സംഘികൾ തന്നെ പറയുന്ന കാര്യമാണ്. അതിന് തന്നെ ഉത്തരേന്ത്യയിൽ നിർബന്ധിപ്പിച്ച് ആളുകളെ, പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി മതം മാറ്റുക മാത്രമല്ല, ബീഫ് നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുന്ന പരിപാടി കൂടിയുണ്ട് എന്നുള്ളത്. ഇനി വിഷലിപ്തമായ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളുടെ ആവർത്തനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വലിയ രീതിയിൽ ട്രോളിക്കൊണ്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. മുഖ്യമന്ത്രി അതിനെ വിമർശിച്ചു, വിദ്യാഭ്യാസ മന്ത്രി വിമർശിച്ചു, സർക്കാർ തലത്തിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ അതിനെതിരായ ഒരു ഹർജി കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ അംഗീകാരമാണ് സെൻസർ ബോർഡ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സെൻസർ ബോർഡിന്റെ അംഗീകാരത്തോടു കൂടിയാണ് ഇത്തരം പ്രൊപ്പഗണ്ടകൾ നിരന്തരമായി ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അംഗീകാരങ്ങൾ കൊടുക്കുന്നു, അതിനെ ഭരണകൂടം തന്നെ പിന്തുണക്കുന്നു. ഒരു ഭാഗത്ത് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് ഈ അടുത്ത് തന്നെ നമുക്കറിയാം, വിജയിയുടെ ഒരു സിനിമ ജനനായകൻ, അതിന് ഇതുവരെ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. രംഗങ്ങൾ ഒരുപാട് വെട്ടിമാറ്റണമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും അത് പെട്ടിയിൽ തന്നെ കിടക്കുകയാണ്, അത് ഇറക്കാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോഴാണ് ഇത്തരം പ്രൊപ്പഗണ്ടകൾക്ക് എല്ലാ സർട്ടിഫിക്കറ്റും കിട്ടുന്നു, ഒരു പ്രശ്നവുമില്ല, ഇത് ഇറക്കാനുള്ള എല്ലാ ഇത് കൊടുക്കുന്നു. പക്ഷെ കേരളത്തിലുള്ള BJP-ക്കാർ പോലും ഇതിനെ പിന്തുണച്ച് രംഗത്ത് വരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇത്തരം ഒരു രംഗം ഒരു സിനിമയിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അത് എന്താണ് പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഇവിടെ പലതരം ട്രോളുകളുണ്ട്. അതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു ട്രോൾ എന്നുള്ളത്, ഇവിടെ തന്നെ ബീഫ് കിട്ടാനില്ല, 450 രൂപയാണ് ബീഫ് കിലോയ്ക്കുള്ളത്. അപ്പൊ ആ ബീഫ് കഴിക്കാൻ തന്നെ, ഇവിടെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതിനെയാണ് ഇങ്ങനെ വായിൽ തള്ളിക്കൊടുത്ത് തീറ്റിക്കുന്നു എന്ന് പറയുന്നത്. കിട്ടിയാൽ ഞങ്ങൾക്ക് തന്നെ കഴിക്കാനില്ല എന്നാണ് ബീഫ് കഴിക്കുന്ന ആളുകൾ പറയുന്നത്. അപ്പൊ ഇത് കേവലം ഒരു ബീഫൊന്നുമല്ല, ഇത് ഉത്തരേന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്, കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്ന സാധനമാണ്. കാരണം ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കേരളം എന്നുള്ളത് ഇത്തരം ഒരു ജിഹാദി സംസ്ഥാനമാണ്, വിദ്വേഷ സംസ്ഥാനമാണ്. ഇവിടെ മുസ്ലിങ്ങളല്ലാത്ത ഈ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. BJP ഒരു കാലത്തും ഭരണത്തിലേറാത്തതോ അവർക്ക് തെരഞ്ഞെടുപ്പ് വിജയങ്ങളോ ഉണ്ടാക്കി കൊടുക്കാത്ത സംസ്ഥാനമായതുകൊണ്ട് തന്നെ അവർ ഈ രാജ്യത്തെ ഏറ്റവും ഈ ഹിന്ദുക്കളെ ദ്രോഹിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ ജീവിക്കുന്ന ഹിന്ദുക്കൾ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. പിണറായിയുടെ ഭരണത്തിലും അല്ലെങ്കിൽ UDF വന്നാലും ഒക്കെ അവർക്ക് അത്ര ദുരിതപൂർണമായ അവസ്ഥയാണ്. ജിഹാദികൾ ഇവിടെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുകയാണ്, അവരെ സംരക്ഷിക്കുന്നതാണ് ഇവിടുത്തെ സർക്കാരൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രചരണമാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും അവിടുത്തെ പല സംസ്ഥാനങ്ങളും എന്നുള്ളത് ബീഫ് ഉപയോഗിക്കാൻ പോലും പാടില്ലാത്ത സംസ്ഥാനങ്ങളാണ്. അവർ ആ ബീഫ് എന്നുള്ള കാര്യം അവരെ ചിന്തകളിലേക്ക് പോലും കൊണ്ടുവരാറില്ല. അങ്ങനെ ഉള്ള ആളുകൾ, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ഇത് എത്തിപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഒന്നുകൂടി ഇതാവും. ഇത് പരമാവധി വിഷലിപ്തത്തിന്റെ അങ്ങേയറ്റം പോയിരിക്കുകയാണ്, വിദ്വേഷത്തിന്റെ പരമാവധിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനപ്പുറം ഇനി കാണിക്കാനില്ല. എന്താണ് ഇനി കാണിക്കുക? അപ്പോ മുമ്പത്തെ സംവിധായകനെ മാറ്റി പുതിയ ആളാണ് വന്നത്. മുമ്പത്തെ ആൾ കാണിച്ചതിനേക്കാളും കൂടുതൽ എക്സ്ട്രീമായി മുസ്ലിം വിരുദ്ധ ഇസ്ലാമിക ഫോബിക് ആയിട്ടുള്ള കേരളത്തെക്കുറിച്ച് വിദ്വേഷപരമായ കാര്യങ്ങൾ സംസാരിക്കണം, അതിനു വേണ്ട കണ്ടന്റുകൾ ഉണ്ടാക്കണം. അപ്പോഴേ ഇനി അടുത്ത ആളുകൾക്ക് എന്താകും? അംഗീകാരം കിട്ടും.
നാഷണൽ അവാർഡ് കിട്ടും, മറ്റുള്ള അവാർഡുകൾ കിട്ടും, മറ്റുള്ള അംഗീകാരങ്ങൾ കിട്ടും, അവർക്ക് വലിയ പ്രചരണങ്ങൾ കിട്ടും. അങ്ങനെ ആണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള പുതിയ ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വിഷലിപ്തമായ കണ്ടന്റുകളെ, വിദ്വേഷങ്ങളെ കച്ചവടമാക്കി മാറ്റുന്ന ഒരു പ്രവണതയിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാരും മുഖവിലക്കെടുക്കാനൊന്നും പോകുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. ഇത് വിദ്വേഷ പ്രചരണത്തിന്റെ ഒരു തുടർച്ച മാത്രമാണ്. പക്ഷേ കേരളത്തിന് പുറത്ത് സംസ്ഥാനത്തെ ഒന്നാകെ തെറ്റായി ചിത്രീകരിക്കുന്ന ഈ ഒരു സിനിമയ്ക്കെതിരെ സർക്കാർ തലത്തിൽ തന്നെ നടപടി ഉണ്ടാവണമെന്നാണ് മനസ്സിലാക്കേണ്ടത്.